വളാഞ്ചേരിയിൽ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് 14-കാരിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ. ചമ്മർവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലാണ് പിടിയിലായത്. അറസ്റ്റിലായ അജ്മൽ തിരൂരിലും വളാഞ്ചേരിയിലും മാത്രമല്ല കണ്ണൂരിലും സ്വർണം തട്ടിയെടുത്തു. അജ്മലിന്റെ സഹായി മനോജിനെയും അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി സ്വദേശിനിയായ 14-കാരിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത അജ്മലിനെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയായ മനോജുമായി ചേർന്നാണ് അജ്മൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. തട്ടിയെടുക്കുന്ന സ്വർണം വിറ്റുകിട്ടുന്ന പണം തുല്യമായി പങ്കിട്ടെടുക്കുകയായിരുന്നു പതിവ്. വളാഞ്ചേരി സ്വദേശിനിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ മനോജിന്റെ കാറിലാണ് അജ്മൽ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. വീടിനടുത്ത് ഇറങ്ങിയ ശേഷം സ്വർണം വാങ്ങിയെടുക്കുകയും തിരികെ അതേ കാറിൽ മടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസമാണ് തട്ടിയെടുത്ത സ്വർണം വിൽക്കാനായി കൊണ്ടുപോയത്. എന്നാൽ 5.5 പവൻ തൂക്കമുള്ള മാലയ്ക്ക് 5 പവന്റെ വിലയാണ് ലഭിച്ചത്. ലഭിച്ച 3,20,000 രൂപ ഇരുവരും തുല്യമായി പങ്കിട്ടെടുക്കുകയും ചെയ്തു. മനോജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും സഞ്ചരിക്കാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരുവരും ചേർന്ന് സമാനമായ നിരവധി തട്ടിപ്പുകൾ നടത്തിയതായാണ് വിവരം. എടപ്പാളിലെ സമ്പാദ്യം ചിട്ടീസ് എന്ന സ്ഥാപനത്തിന്റെ വർക്കിംഗ് പാർട്ട്ണർ കൂടിയാണ് മനോജ്. മണ്ണാർക്കാട് സ്വദേശിയായ മനോജ് വിവാഹം ചെയ്തിരിക്കുന്നത് കണ്ണൂർ മട്ടന്നൂർ സ്വദേശിനിയാണ്. മനോജിന്റെ ഭാര്യ വീടിന് അടുത്തുള്ള ഒരു സ്ത്രീയെയും ഇരുവരും സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട്. സ്വർണം കൈക്കലാക്കി മുങ്ങിയെങ്കിലും സംഭവം പരാതിയും കേസുമാകുമെന്ന് മനസ്സിലായതോടെ സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ അധികം പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. വാഴക്കാട് പോലീസിലും സമാനമായ പരാതിയുണ്ട്. ഇതു സംബന്ധിച്ച വിവരങ്ങളും സൈബർ സെൽ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.